أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1535 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്തു യാസീൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ചർച്ചയാണിന്ന്. ചർച്ചക്കാരമ്പം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സൂറത്ത് യാസീന്റെ പഠനം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ അവസരത്തിൽ പരിഗണിക്കുന്നത്. ചോദ്യങ്ങൾ പഴയ പോലെ വളരെ കൂടുതലായിട്ടൊന്നുമില്ല, കുറഞ്ഞ ചോദ്യങ്ങളെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ ചോദ്യങ്ങളെ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എൻ്റെ അത് സംബന്ധമായ പ്രതികരണങ്ങൾ കൂടി നടത്തി ഈ സൂറത്തിന്റെ പഠനം നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അതില് ഒന്നാമതായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം ഈ സൂറത്തിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ടതാവണം. എന്തായാലും നമ്മൾ ഈ സൂറത്തിന്റെ പഠനം ആരംഭിച്ചതും മുതൽ വന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. സർവശക്തനായ ദൈവം ഒരു മനുഷ്യനിലൂടെ ലോകത്തിന് താക്കീത് നൽകുക എന്നതാണ് ആശ്ചര്യം എന്ന നിലക്ക് ഒരാള് ഉന്നയിച്ചിരിക്കുന്നത്. സർവശക്തനായ റബ്ബ് ഒരു മനുഷ്യൻ മുഖേന ലോകത്തിന് താക്കീത് നൽകുക എന്നത് തീർത്തും അവിശ്വസനീയമായ, അസ്വീകാര്യമായ, ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് ഈ ചോദ്യം തൊടുത്തുവിട്ടിട്ടുള്ള ആൾക്ക് അനുഭവപ്പെടുന്നത്. ഈ വിഷയം വിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതല്ല. കാരണം വിശുദ്ധ ഖുർആന്റെ അവതരണ ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ ചോദ്യം ഖുർആന്റെ അനുവാചകർ ഉന്നയിച്ചിട്ടുള്ളതാണ്. പ്രബോധിത സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉയർത്തി അദ്ദേഹത്തോട് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഒരു മനുഷ്യനെയാണോ അള്ളാഹു ദൂതനായിട്ട് അയച്ചിരിക്കുന്നത് എന്ന്. ഇതിനുള്ള മറുപടിയും വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം മലക്കുകളെ ദൂതന്മാരായിട്ട് അയക്കുമായിരുന്നു എന്നതാണ് അള്ളാഹു അതിന് നൽകുന്ന വളരെ യുക്തിപൂർവകമായ മറുപടി. മനുഷ്യർക്കിടയിൽ ദൈവിക സന്ദേശം എത്തിക്കുവാനും ആ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാതൃകായോഗ്യമായ വിധത്തിൽ അവർക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുമാണ് അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുള്ളത്. ലിയുഅല്ലിമഹുമുൽ കിതാബ വൽ ഹിക്മത എന്ന് ചിലയിടത്ത് പറയുന്ന കാണാം. വേദഗ്രന്ഥം ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കിതാബ് പഠിപ്പിക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അതിന്റെ ഹിക്മത്ത് കൂടി പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവസാന പ്രവാചകൻ എന്നല്ല, എല്ലാ പ്രവാചകന്മാരും ഈ ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവികമായ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നത്. അതിന്റെ പ്രായോഗിക രൂപമാണ് അഡീഷണൽ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പൂർവിക പ്രവാചകന്മാർ ഒക്കെ അവരുടെ ദൈവിക വെളിപ്പാടുകൾ അവർ കൽപ്പിച്ചുകൊണ്ടിരുന്ന ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതം എങ്ങനെയാവണം എന്നതാണ് അതിന്റെ പ്രായോഗിക രൂപമാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഖുർആനും അതുപോലെ ഹിക്മത്തും പഠിപ്പിക്കുക എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഈ ദൈവിക വെളിപ്പാടുകളെ അല്ലെങ്കിൽ ദൈവിക മാർഗദർശനത്തെ അതനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നത് കാണിച്ചു കൊടുക്കലാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാരാളം നിർദ്ദേശങ്ങൾ പല വിഷയങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ കാണുന്നുണ്ട്. പക്ഷെ പ്രയോഗത്തിൽ അതെങ്ങനെ നടപ്പിലാക്കണം എന്നത് ഖുർആൻ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നില്ല. അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പ്രവാചകനെ ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് അവിശ്വസനീയമായിട്ട് എന്താണ് ഉള്ളത് എന്നതാണ്, അസ്വീകാര്യമായിട്ട് എന്താണ് ഉള്ളത് എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നത്. ഏറ്റവും യോജിച്ച ഒരു മാർഗദർശി എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്. കാരണം മലക്കുകളെയാണ് ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പലരും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുമായിരുന്നു. അദ്ദേഹം ഒരു മലക്കായിരുന്നില്ലേ, അദ്ദേഹത്തിന് ഇപ്പൊ അതൊക്കെ വളരെ നിഷ്പ്രയാസമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മള് മനുഷ്യരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉപോത്ബലകമായ ചില ന്യായങ്ങളും കാരണങ്ങളും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയും. അല്ല, അത് ജിന്നുകളിൽപ്പെട്ട ഒരാളെയാണ് മനുഷ്യരിലേക്ക് ഉണ്ടായിരുന്നതെങ്കിലും അങ്ങനെയൊക്കെ പറയാനിടയുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് ഒരു ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരെ പോലെ നമ്മുടെയൊക്കെ കൂട്ടത്തില്
സമൂഹത്തിൽ ഒരാളായി ജീവിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെയാണ് അള്ളാഹു തെരഞ്ഞെടുത്ത് ഈ ദൗത്യം നിർവഹിക്കാൻ വെളിപ്പാട് നൽകി അയച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. മലക്കുകൾക്ക് അവര് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ സൃഷ്ടികളാണ് എന്നതിനാൽ പലപ്പോഴും മനുഷ്യന് പ്രയാസകരമായി തോന്നുന്ന വിഷയങ്ങൾ പലതും മലക്കുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നിർവഹിക്കാൻ സാധിച്ചു എന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മനുഷ്യരോട് നിർദ്ദേശിക്കുക എന്നതിൽ ഒരു യുക്തിരാഹിത്യം കണ്ടെത്താൻ സാധാരണഗതിയിൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്താണ് മലക്കുകളെയോ അല്ലെങ്കിൽ വേറെ വല്ല സൃഷ്ടികളെയുമോ ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മനുഷ്യർക്കിടയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ സംഭവിക്കുക എന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ പടച്ച തമ്പുരാൻ ലോകത്തിന് താക്കീത് നൽകുന്നതിന്, സന്തോഷ വാർത്ത നൽകുന്നതിന്, മാതൃകയായിട്ട് അവർക്കിടയിൽ ജീവിക്കുന്നതിന് ഒക്കെ വേണ്ടി അയക്കുകയുണ്ടായി എന്നത് ഏറ്റവും സ്വാഭാവികമായതും ഏറ്റവും യുക്തിപരമായതും ഏറ്റവും ഏറെ സ്വാധീനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ, പത്നിമാരെയും മക്കളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു വിഷയം, ഈ ബന്ധങ്ങളിലൂടെ ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പത്നിമാരുമായുള്ള ഇടപഴകലും അതിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുത്തിട്ടുള്ള ബന്ധങ്ങള്, അതിന്റെ നയപരത, അതില് പല ഗോത്രങ്ങളെയും സമൂഹങ്ങളെയും ഇസ്ലാമിക സന്ദേശത്തിലേക്ക് ചേർത്ത് നിർത്താൻ അത് ആ രീതിയിലൂടെ സാധിച്ചത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിലയിരുത്താറും മനസ്സിലാക്കാറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗഹൃദങ്ങൾ, വ്യക്തികളുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ആ ബന്ധത്തിന്റെ ഊഷ്മളത ഓരോരുത്തരും തന്നെ കരുതിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഏറെ സ്നേഹിച്ചിരുന്നത് തന്നെയാണ് എന്ന വിധത്തിലാണ്. എല്ലാവർക്കും അത്രയും മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള ഒരു സ്നേഹസ്പർശം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ തറവാടും കുലവും മഹിമയും നോക്കിയിട്ടുള്ള ഒരു രീതിയായിരുന്നില്ല സ്വീകരിക്കാറുണ്ടായിരുന്നത്. ഉയർന്ന പദവികളിലും ഗോത്രങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ പെട്ടിരുന്ന ആളുകൾക്ക് അവരർഹിക്കുന്ന പരിഗണനയും ആദരവും ഒക്കെ നൽകുന്നതോടൊപ്പം തന്നെ സമൂഹത്തില് അവഗണിക്കുകയും സമൂഹം പൊതുവായി തഴയുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ദുർബലരും താഴേക്കിടയിൽ കഴിഞ്ഞിരുന്ന വിധത്തിലുള്ള ആളുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലിയ അളവിലുള്ള സ്നേഹം അവർക്ക് കിട്ടിയിരുന്നു. അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. അവരുടെ കൂട്ടത്തില് അടിമകളായി കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ദത്തുപുത്രന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുന്നവരുണ്ടായിരുന്നു. അതുപോലെ വിധവകൾ ഉണ്ടായിരുന്നു, അനാഥ മക്കൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് ചരിത്രത്തിൽ വളരെ വിശ്രുതമായ സംഗതിയാണ്. ഇന്നും നമ്മൾ ആ കാര്യങ്ങളെ ചികഞ്ഞ് പരിശോധിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക എത്ര നിസ്തുലമാണ് എന്നത് ഉൾക്കൊള്ളുകയും അതിൽ പ്രചോദിതരാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെയും തന്നെ. അപ്പോ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്ത് താക്കീതുകാരനായിട്ട് നിയോഗിക്കുക എന്നത് യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും യോജിച്ചതും ഏറ്റവും യുക്തിപരമായതും സ്വീകാര്യമായതും എന്നത് സത്യസന്ധമായി ആ വിഷയത്തെ സമീപിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. മറ്റേത് രീതി സ്വീകരിക്കുന്നതും ഇത്രത്തോളം ഫലപ്രദമാവുകയില്ല എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് അത്തരം ബാധ്യതകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ അതൊരു എക്സ്ക്യൂസായി മാറുകയും ചെയ്യും. അദ്ദേഹം ഒരു ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ലല്ലോ, ഒരു മലക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഒരു അവസരവും കാരണവും ഒക്കെ ആയിട്ട് കാണാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു, താക്കീതുകാരനായി അയച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അസ്വീകാര്യതയും അല്ലെങ്കിൽ ചേരായികയും ഇല്ല എന്നതാണ് സ്വാഭാവികമായ യുക്തിപരമായ വിലയിരുത്തലിൽ നമുക്ക് ബോധ്യപ്പെടുക. രണ്ടാമത്തെ ഒരു ചോദ്യം, മനുഷ്യ മനസ്സുകൾ ദൈവത്തിന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ വൈദഗ്ധ്യക്കുറവ് അല്ലേ അവിടെ പ്രകടമാകുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു, മനുഷ്യന് വേണ്ട ഒരു ആവാസ വ്യവസ്ഥ സംവിധാനിച്ചു കൊടുത്തു, വളരെ വലിയ ഗംഭീരമായ സംവിധാനങ്ങൾ ഭൂമുഖത്ത് അതിനു വേണ്ടി ഒരുക്കി, വലിയ സാധ്യതകൾ നിക്ഷേപിച്ചു വെച്ചു. അത് ഓരോന്നോരോന്നായിട്ട് മനുഷ്യരിലൂടെ വെളിപ്പെട്ട് വലിയൊരു നാഗരിക സമൂഹമായിട്ട് അവർ വളർന്നു വന്നു. ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യർ അള്ളാഹുവിന് വിധേയപ്പെടാനും വഴിപ്പെടാനും കൂട്ടാക്കുന്നില്ല കൂടുതൽ പേരും എന്നത് അള്ളാഹുവിന്റെ ഈ നിർവഹണത്തിന്റെ വലിയ പരാജയമല്ലേ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകുന്നില്ല എന്നത് അള്ളാഹുവിന്റെ വൈദഗ്ധ്യക്കുറവ്, അള്ളാഹുവിന്റെ കഴിവുകേട് അല്ലേ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഒരല്പം അയാളുടെ നിലപാട്, അയാൾ നിൽക്കുന്ന ആ തറ ഉണ്ടല്ലോ, ഫ്ലോർ, അതിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വൈഡൻ ചെയ്താൽ അയാൾക്ക് തന്നെ ആ ഉത്തരം കിട്ടും. ഒരു മനുഷ്യൻ നിലകൊള്ളുന്നത് ഭൂമിയിൽ ചുറ്റുപാടൊന്ന് നോക്കൂ, അള്ളാഹുവിന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന വല്ലതും അവന് കാണാൻ കഴിയുന്നുണ്ടോ? അവന്റെ ചുറ്റുപാടുള്ള മൃഗങ്ങള്, ചെടികള്, മരങ്ങള്, അസംഖ്യം ജീവജാലങ്ങൾ, അചേതനമായ പ്രതിഭാസങ്ങള്, ഇതില് ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിനെ, അവയുടെ സ്രഷ്ടാവിനെ അനുസരിക്കാതെ, സ്രഷ്ടാവിന് വിധേയപ്പെടാതെ നിലകൊള്ളുന്നുണ്ടോ? എല്ലാറ്റിനും അള്ളാഹു ഒരു പ്രകൃതം നൽകിയിട്ടുണ്ട്. ആ പ്രകൃതത്തെ ഭേദിക്കുന്ന വിധത്തിലോ ധിക്കരിക്കുന്ന വിധത്തിലോ അല്ല ഒരു ജീവിയും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്, ഒരു വൃക്ഷവും ഇവിടെ വളരുന്നത്, അല്ലെങ്കിൽ അചേതന വസ്തുക്കൾ ഇവിടെ പ്രവർത്തനക്ഷമമായി നിലകൊള്ളുന്നത്. എല്ലാം തന്നെ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഒരു വ്യവസ്ഥിതിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന് കാർഷിക രംഗത്തൊക്കെ വലിയ ഗവേഷണവുമായിട്ട് മുന്നേറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതില് ഇപ്പൊ നമ്മളിപ്പം ഈ ചെടികളില് ഈ ബഡ് ചെയ്തുകൊണ്ട് എളുപ്പത്തില് കായ്ഫലം തരുന്ന വൃക്ഷങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള പല പരിപാടികളും മനുഷ്യൻ ചെയ്യാറുണ്ടല്ലോ. അതിന് വൃക്ഷങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും വൃക്ഷത്തെ വേറെ ഏതെങ്കിലും വൃക്ഷവുമായിട്ട് അങ്ങനെ ബഡ് ചെയ്ത് അത് ഫലപ്രദമായി അതിന്റെ ഈൽഡ് തരുന്നതായി മാറുന്ന ഒരു സ്വഭാവമാണോ ഉള്ളത് എന്ന് നോക്കുക നിങ്ങൾ. അള്ളാഹു ഒരു വ്യവസ്ഥ അതിന് വെച്ചിട്ടുണ്ട്. എല്ലാ ചെടികളെയും എല്ലാ വൃക്ഷങ്ങളെയും വേറെ ഏത് വൃക്ഷവുമായിട്ട് അങ്ങനെ ബഡ് ചെയ്ത് ചേർക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് വായിച്ചെടുക്കേണ്ട, സൂക്ഷ്മമായി നിരീക്ഷിച്ചെടുക്കേണ്ട ഒരു വ്യവസ്ഥ അലംഘനീയമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നതല്ലേ. മനുഷ്യന്റെ രക്തം വായ്പ നൽകുന്ന അല്ലെങ്കിൽ രക്തം ദാനം ചെയ്യുന്ന ഒരു പരിപാടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരുടെയെങ്കിലും രക്തം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂ? അതോ മാച്ച് ചെയ്യുന്ന രക്തം മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നതാണോ ഉള്ളത്? അത് നൽകുന്ന സൂചന എന്താണ്? അള്ളാഹു മനുഷ്യന്റെ രക്തം എന്ന കാര്യത്തിൽ പോലും ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയെ ലംഘിക്കാൻ സാധിക്കില്ല. മനുഷ്യന് ഏതെങ്കിലും രക്തത്തെ വേറെ ഏതെങ്കിലും രക്തമുള്ള ആൾക്ക് കൊടുത്താൽ അത് ഫലപ്രദമാവില്ല, അയാൾ മരിച്ചു പോകും. അതാണ് അതിന്റെ ഫലമായിട്ട് സംഭവിക്കുക. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് തന്നെ ഇവിടെ പ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള അലംഘനീയമായ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്നതാണ്. വലിയ ഗവേഷണ കുതുകിയായ മനുഷ്യൻ വലിയ
മുന്നേറ്റങ്ങൾ പല രംഗങ്ങളിലും ഉണ്ടാക്കുമ്പോഴും യഥാർത്ഥത്തിൽ അയാളുടെ വിജയം സംഭവിക്കുന്ന എപ്പോഴാണ്? അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള പ്രാപഞ്ചിക വ്യവസ്ഥയെ, നിയമങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങളെ പ്രവർത്തനക്ഷമമാക്കുകയോ കരുനീക്കങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾ വിജയിക്കുന്നത്. ആണല്ലോ, നമ്മൾ ബഹിരാകാശ യാത്ര നടത്തുന്നു, വാനയാത്ര നടത്തുന്നു. എങ്ങനെയാണ് അത് സാധിച്ചത്? പ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിനെ കൈകാര്യം ചെയ്യാൻ, ആ ഫോഴ്സസിനെ നമുക്ക് മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക, ബഹിരാകാശത്തേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. അതുപോലെയുള്ള ചില പ്രാപഞ്ചിക സംവിധാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അവയെ മറികടക്കാനുള്ള കരുത്ത് നേടിക്കൊണ്ടുമാണ്. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മനുഷ്യന് ഈ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. ഇതില് മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കാതെ നിൽക്കുന്നു എന്നതാണല്ലോ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു വിഷയം. മനുഷ്യൻ അള്ളാഹുവിന് വിധേയപ്പെടാതെ നിൽക്കുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള പരാജയമല്ലേ അത് എന്നതാണ്. അങ്ങനെ ഒരു സൃഷ്ടിപ്പും അള്ളാഹുവിന് സാധിക്കുമെന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. താൻ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടി, അതിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് അള്ളാഹു. എന്നിട്ട് ഇഷ്ടമുള്ളവൻ അനുസരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ അനുസരിക്കാതിരിക്കട്ടെ എന്ന ഒരു വ്യവസ്ഥയും വെച്ചു. എന്നിട്ട് ആ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ചിലര് ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിന് വിധേയപ്പെടുന്നു, വേറെ ചിലര് അവനെ സ്വന്തം തീരുമാനപ്രകാരം ധിക്കരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ വൈദഗ്ധ്യമാണല്ലോ കാണിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ വ്യവസ്ഥയെ അനുസരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങളും അതുപോലെ പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന ഒരു തലമാണ്. അതേപോലെ അള്ളാഹുവിന്റെ വൈദഗ്ധ്യത്തിന്റെ മറ്റൊരു തലമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് സ്വാതന്ത്ര്യം നൽകി ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കട്ടെ, ഇഷ്ടമില്ലെങ്കിൽ അനുസരിക്കാതിരിക്കട്ടെ എന്ന് വെക്കുക എന്നത്. അത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ അതിമഹത്തരമായ ഒരു തലം വെളിപ്പെടുത്തുകയാണ്. ജീവജാലങ്ങളെ, അതുപോലെ മലക്കുകളെ, ജിന്നുകളെ, അചേതനമായ വസ്തുക്കളെ, സസ്യങ്ങളെയും ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ, അതുപോലെ ജീവജാലങ്ങളെ, ഇതിനൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു പൂർണ്ണമായും അവന് വിധേയപ്പെടുക എന്ന നിലക്കാണ്. അവന് വിധേയപ്പെടുന്ന, അവനെ അനുസരിക്കുന്നവർ എന്ന നിലക്കാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപരത അതിൽ പരിമിതപ്പെടുന്നില്ല. തന്നെ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. സ്വതന്ത്രമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് ഇഷ്ടത്തോടെ അനുസരിക്കാനും അതുപോലെ സ്വന്തം തീരുമാനപ്രകാരം ധിക്കരിക്കാനും കഴിയുന്ന ഒരു സ്പീഷീസിനെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ മഹത്വമല്ലേ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന് അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്നവരെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്കിനി ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടും ഉള്ളത് മുഴുവനും അങ്ങനെയല്ലേ? അത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ഒരു തലം വെളിപ്പെടുത്തുന്നുവെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ സൃഷ്ടിപരതയുടെ അതിമഹത്തരമായ വേറെ ചില തലങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നതല്ലേ കാണാൻ സാധിക്കുക. നിങ്ങളുടെ വിലയിരുത്തലിലാണ് പിഴവ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, വലല്ലയിൽ സാബിത്തുൻ നഹാർ എന്ന സൂറത്ത് യാസീനിലെ 40-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ദിവസം തുടങ്ങുന്നത് പ്രഭാതം മുതലാണ് എന്ന് പറയുകയുണ്ടായി. ഞാനത് കാറ്റഗോറിക്കലായി പറഞ്ഞൊരു കാര്യമല്ല, പക്ഷെ എനിക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരിയാണത്. വലല്ലയിൽ സാബിത്തുൻ നഹാർ. അങ്ങനെ വരുമ്പോ ചോദ്യം ഇതാണ്, അപ്പോൾ റംദാൻ മാസത്തിലെ ഒന്നാമത്തെ തറാവീഹ് നമസ്കരിക്കേണ്ടത്
ഒന്നാം നോമ്പ് പിടിച്ചതിന് ശേഷമല്ലേ അങ്ങനെയാണെങ്കിൽ വരിക എന്നതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. കുറെ വർഷങ്ങൾ മുമ്പ് ഈ ചോദ്യം വളരെ ശക്തമായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പലരോടും ഈ ചോദ്യം ഒരു തൃപ്തികരമായ ഉത്തരം ലഭിക്കാൻ വേണ്ടി ഞാൻ അവരുടെ മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. അത് ഒരല്പം ചരിത്രബോധത്തോടു കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ദിവസം തുടങ്ങുന്നത് വലല്ലൈലു സാബിഖുൻ നഹാർ, രാവ് പകലിനെ മുൻകടന്നുകൊണ്ട് സംഭവിക്കേണ്ടതല്ല, പകല് തന്നെയാണ് ആദ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഈ പരിമാണത്തിന്റെ പ്രക്രിയയിൽ, നമ്മളെ ഈ പരിമാണ രീതികളിൽ നമ്മൾ പകലിനെയാണ് ആദ്യം കണക്കാക്കേണ്ടത് എന്നതിനുള്ള ഒരു സൂചനയാണ് ആ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ചുള്ള ഒരു സാധ്യത പറയുന്നത്, അതായത് രാവ് പകലിലേക്ക് ഇടിച്ചു കയറുക, പകല് രാവിലേക്ക് ഇടിച്ചു കയറുക എന്ന് പറയുന്നത് പഴയ കാലത്ത് നൽകപ്പെട്ടിരുന്ന ഒരു വിശദീകരണമാണ്. പക്ഷെ ആ റെസിപ്രോസിറ്റി ഖുർആൻ പറയുന്നില്ല. രാവ് പകലിലേക്ക് ഇടിച്ചു കയറില്ല എന്നതേ പറയുന്നുള്ളൂ ഈ വാചകപ്രകാരം. അവര് പറയുന്ന അർത്ഥം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ. മറിച്ച് പകല് രാവിലേക്ക് ഇടിച്ചു കയറൂല എന്ന വിധത്തിൽ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ കാര്യം യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചത് അതാവാൻ സാധ്യതയില്ല. കാരണം ആ റെസിപ്രോസിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പകല് രാവിനെയും രാവ് പകലിനെയും അങ്ങ് അതിന്റെ സമയഘടനയിലേക്ക്, സമയക്രമത്തിലേക്ക് തള്ളിക്കയറുകയില്ല എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടതെങ്കിൽ പലയിടത്തും ഈ സമാനമായ കാര്യങ്ങൾ പറയുന്നത് പോലെ വലല്ലൈലു സാബിഖുൻ നഹാർ എന്ന് പറഞ്ഞ പോലെ വലന്നഹാറു സാബിഖുൽ ലൈൽ എന്നും പറയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഒരു ന്യായം. മറ്റൊന്ന്, ഈ റംലാൻ ആദ്യത്തിലെ തറാവീഹിന്റെ കാര്യം എടുത്താൽ, ഈ തറാവീഹ് നമസ്കാരം റംലാനിലേക്ക് മാത്രമായിട്ടുള്ള ഒരു നമസ്കാരമായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ കാലങ്ങളിലും, റംലാനിലും അല്ലാത്ത കാലത്തും ഈ രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ലേ? ഇഷ കഴിഞ്ഞതിന് ശേഷം രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഖിയാമുൽ ലൈല് നിർവഹിക്കുക അല്ലെങ്കിൽ തഹജ്ജുദ് നിർവഹിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നില്ലേ? ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് നമസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംലാനിൽ പഠിപ്പിച്ചിട്ടുള്ളത്, റംലാനിൽ നിർവഹിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്? എൻ്റെ പഠനത്തിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒക്കെ ഒരു ഔട്ട്കം ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് റംലാനിലേക്ക് മാത്രമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു നമസ്കാരവും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. 3 ദിവസങ്ങൾ റംലാനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് കണ്ട് അനുയായികൾ അദ്ദേഹത്തിനോടൊപ്പം പോയി നിന്ന് നമസ്കരിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും തന്റെ പുറകിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ആളുകൾ അങ്ങനെ വന്ന് നമസ്കരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അടുത്ത ദിവസം മുതൽ അങ്ങനെ പള്ളിയിൽ വന്ന് ആളുകൾക്ക് മഅ്മൂമായിട്ട് തുടരാൻ കഴിയുന്ന വിധത്തിൽ അല്ലാതെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ ചരിത്ര വസ്തുത. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ആളുകൾ പല ജമാഅത്തുകളായിട്ട് പള്ളികളിൽ തറാവീഹ് എന്ന പേരിൽ ഈ റംസാൻ കാലത്ത് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന കണ്ടപ്പോൾ അതെന്തിനാണ് നിങ്ങൾ പല സംഘങ്ങളായിട്ട് നമസ്കരിക്കുന്നത്, ഒരാൾ ഇമാമ നിന്ന് എല്ലാവരും അങ്ങ് ഒരുമിച്ച് നമസ്കരിച്ചൂടെ എന്നൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അവർ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ഇമാമായി നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഇതാണ് തറാവീഹ് നമസ്കാരത്തിന്റെ ചരിത്രം. യഥാർത്ഥത്തിൽ ഇത് റമളാനിൽ മാത്രമായുള്ള ഒരു നിസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തും രാത്രി ഈ ഒരല്പം ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് നമസ്കരിക്കുന്ന ഒരു സംഗതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫർളുമാണ്, നിർബന്ധമാണ്. നിർവഹിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു നിസ്കാരമാണ്. ബാക്കി എല്ലാവർക്കും അത് ഐച്ഛികമായ നിസ്കാരമാണ്.
അപ്പൊ ഈ നമസ്കാരം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരുമ്പോ ഈ നമ്മള് ഈ മാസപ്പിറ അടിസ്ഥാനത്തിൽ നോമ്പ് ഉറപ്പിക്കുകയും അങ്ങനെ പിറ്റേന്ന് നോമ്പ് തുടങ്ങുകയാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയുള്ള നിസ്കാരം നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോ മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തറാവീഹ് നിസ്കാരം അന്നാണ് തുടങ്ങുക. തലേന്ന് എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റ് തുടങ്ങുന്നതിന്റെ തലേന്ന് രാത്രി തന്നെ നിസ്കാരം തുടങ്ങുന്ന ഒരു രീതി. ഇത് ഒരു യഥാർത്ഥത്തില് ഈ ദിവസക്രമത്തെ കുറിച്ചുള്ള ഒരു ധാരണയില് വ്യക്തത ആളുകൾക്ക് ഉണ്ടാവാതിരിക്കുകയോ ഏതോ വിധത്തിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയോ ചെയ്തൊരു ഘട്ടത്തില് ഉണ്ടായി വന്നിട്ടുള്ള ഒരു വിഷയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം രൂപപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇതില് ഈ നോമ്പുറപ്പിച്ച അന്ന് രാത്രി തന്നെ തറാവീഹ് നിസ്കരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന രാത്രി നമസ്കാരം എന്ന് പറയുന്നത് പെരുന്നാളിന്റെ രാത്രിയിൽ പോലും നിർവഹിക്കാവുന്ന സംഗതിയാണ്, നിർവഹിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തഹജ്ജുദ് ഒരു രാത്രിയിലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് അതിന്റെ വസ്തുത. അപ്പോ ഇത് സംഘടിതമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണെങ്കിൽ സംഘടിതമായിട്ട് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടില്ല, അത് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അത് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നത്. അതിന് ചില കാരണങ്ങളൊക്കെ ഫുഖഹാക്കൾ പറയാറുണ്ട്. ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു പോകും എന്ന ഭയത്താലാണ് എന്നൊക്കെ. അത് അവരുടെ വിശദീകരണം മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയൊന്നുമല്ല. എന്തായാലും ഈ ഈ ഒരു ചര്യ പലപ്പോഴും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തില് ബിദ്അ ഹസന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാര്യം, ഈ തറാവീഹ് സംഘടിതമായുള്ള നമസ്കാരം എന്നത്, അത് തലേന്ന് രാത്രി നോമ്പ് തുടങ്ങുന്നതിന്റെ തലേന്ന് രാത്രി തന്നെ ഈ സംഘടിതമായോ അല്ലാതെയോ നിർവഹിച്ച് തുടങ്ങുന്നതിന് ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അതാണ് അതിന്റെ വസ്തുത. അപ്പൊ അത് തലേന്ന് രാത്രി തുടങ്ങാം. ഇനി അതല്ലെങ്കിൽ തലേന്ന് രാത്രി തനിച്ച് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് പിന്നെ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള രാത്രികളിൽ സംഘടിതമായി നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് പിന്നീട് ഇസ്ലാമിക സമൂഹം ഒരു യോജിപ്പോട് കൂടി അംഗീകരിച്ച് പിന്തുടർന്നു വരുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള സമയക്രമവും അതുപോലെ ദിവസത്തിന്റെ തുടക്കവും മാസത്തിന്റെ തുടക്കവും വർഷത്തിന്റെ അതുപോലെ ഈ പരിമാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതിൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിഴവ് തിരുത്തലാണ് ഇസ്ലാമിന്റെ രീതി. അതാണ് ഇസ്ലാമിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുകയാണ് ഇസ്ലാം. തെറ്റിൽ അള്ളി പിടിച്ച് നിൽക്കുക എന്നുള്ളതല്ല ഇസ്ലാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടലിനെ കുറിച്ച് പറയും, നമ്മൾ അറിവില്ലാത്ത അക്ഷരജ്ഞാനം ഇല്ലാത്ത സമൂഹമാണ്, അതുകൊണ്ട് മാസം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന ഒരു ഹദീസ് വെച്ചുകൊണ്ട് പലരും പറയാറുള്ള കാര്യങ്ങളുണ്ടല്ലോ. എല്ലാ കാലത്തും അക്ഷരജ്ഞാനം ഇല്ലാതെ കണക്കുകൂട്ടൽ അറിയാത്ത ഒരു മുരടൻ സമൂഹമായിട്ട് കഴിയണമെന്നാണോ അതിന്റെ സന്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരിക്കലും അല്ലല്ലോ. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ കാലഗണന നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്, ഹജ്ജിനുള്ള സമയം നിർണയിക്കുന്നതിന് വേണ്ടിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മയിൽ നിന്ന് അറിവുള്ള അവസ്ഥയിലേക്ക്, അക്ഷരജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അക്ഷരങ്ങളുടെ വിസ്മയങ്ങൾ തീർക്കുന്നതിലേക്ക്, അതുപോലെ കണക്കുകൂട്ടാൻ അറിയായികയുടെ അവസ്ഥയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിന്റെ വലിയ സാധ്യതകളിലേക്ക് ഉയരാനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ വിഷയമായിട്ടുള്ള ആശയക്കുഴപ്പം തീർച്ചയായിട്ടും ആളുകളിൽ ഉണ്ടാകും. ആ ആശയക്കുഴപ്പത്തിന്റെ ചരിത്രപരമായ വസ്തുത കൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് ബോധ്യപ്പെടുക എന്നതാണ് ഞാൻ അതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. പിൽക്കാലത്ത് അത് പിന്തുടർന്നു വന്ന ആളുകള് അവരാരും പ്രവാചകന്മാരോ സമാവിയായിട്ടുള്ള അറിവുള്ളവരോ ഒന്നും അല്ലല്ലോ, വഹി ലഭിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അവരുടെ മനുഷ്യ സഹജമായ വിജ്ഞാനപരമായ പരിമിതി അവർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് നമുക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാകും. അള്ളാഹു വെളിപ്പെടുത്താത്ത, അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. അതിന് പരിമിതി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പരിമിതിയായിരുന്നു അല്ലെങ്കിൽ അബദ്ധമായിരുന്നു, അതിൽ പിഴവുണ്ട് എന്നത് തിരിച്ചറിയുന്ന കാലത്ത് അത് തിരുത്തുകയാണ് വേണ്ടത്.
ഇനി അത് തിരുത്തേണ്ട ഒരു വിഷയവുമല്ല ഇക്കാര്യത്തില്. ഞാൻ പറയുന്നത് ഈ രാത്രി നമസ്കാരം എന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ നിർവഹിക്കപ്പെടുന്നതിന് ഇപ്പൊ നിലവിൽ പിന്തുടർന്ന വിധത്തില് ഒന്നാമത്തെ നോമ്പിന്റെ തലേന്ന് രാത്രി തന്നെ നിർവഹിച്ചു തുടങ്ങുന്നതില് ഈ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ യാതൊരു പിഴവുമില്ല, കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പിന്നെ മറ്റൊന്ന് മം ബഅസനാ മിൻ മർഖദിന എന്ന പ്രയോഗം അടങ്ങിയിട്ടുള്ള സൂറത്ത് യാസീനിലെ 52-ാമത്തെ ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ചോദ്യം. 52-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ചോദ്യം. മരണാനന്തരം ഖബറിൽ ഉറങ്ങുന്ന അനുഭവമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നതാണ്. ഈ ശിക്ഷയുടെ കാര്യം ബർസഖിലെ ആ കാലഘട്ടത്തിന്റെ ഒരു സംഗതി. മരണശേഷം അള്ളാഹുവിന്റെ വിചാരണ നാളിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഘട്ടം, ഈ ഘട്ടം എല്ലാവർക്കും ഒരുപോലെയാണ്. വളരെ സുഖസമ്പൂർണമായ സുഷുപ്തിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അതൊരു ഉറക്കമായിട്ടാണ് അനുഭവപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറക്കം രണ്ട് വിധത്തിലാവാം. ഒന്ന്, അതിഭീകരമായ ദുരനുഭവങ്ങൾ തുടരെ തുടരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ ദുരിതപൂർണമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഘട്ടമാവാമല്ലോ. ഉറക്കത്തില് നമ്മൾ ചില സ്വപ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കത് വളരെ റിയൽ ആയിട്ടല്ലേ തോന്നുക. അത് വളരെ റിയൽ ആയിട്ട് അതിന്റെ സകല ഉദ്വേഗവും വിഷമവും മനസ്സിന്റെ സംഘർഷവും വേദനയും ശരീരത്തിന് അനുഭവിക്കുന്ന പെയിനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഉറക്കത്തിൽ നമുക്കുണ്ടാകുന്ന ഏതനുഭവം. അത് സന്തോഷം നൽകുന്ന ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന സ്വപ്നമുണ്ട്. അതുപോലെ അങ്ങേയറ്റത്തെ ഭയവിഹ്വലത ഉണ്ടാക്കുന്ന, വേദന ഉളവാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന അനുഭവങ്ങളുള്ള സ്വപ്നങ്ങളും ഉണ്ട്. അപ്പോ ഈ ഒരു അനുഭവ തലത്തിലൂടെ ആയിരിക്കും ഈ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള മനുഷ്യന്റെ കാലം എന്നതാണ് മനസ്സിലാക്കാൻ ഖുർആന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് സാധിക്കുന്നത്. മനുഷ്യൻ ഖബറിൽ കൊണ്ടുപോയി മറമാടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലം, ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലം, മം ബഅസനാ മിൻ മർഖദിന എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എണീറ്റ് വരുന്ന കാലം, അതുവരെയുള്ള ആ സമയം, അത് എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് വളരെ ആനന്ദകരമായ അനുഭവങ്ങൾ, വളരെ വലിയ സന്തോഷം പകരുന്ന പ്രതീക്ഷകൾ ഒക്കെ ആയിട്ടുള്ള ഒരു 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 നിദ്രയായിരിക്കും അത്. അത് നല്ല സുഖനിദ്ര എന്ന് നമുക്ക് അതിനെ പറയാം, സുഷുപ്തി എന്ന് പറയാം. വേറെ ചിലർക്ക് അത് വളരെ കടുത്ത ദുരനുഭവങ്ങളുടേതായ ഒരു സംഗതിയും ആവാം. ഈ രണ്ട് സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖബറിലെ ശിക്ഷ, ബർസഖിൽ അനുഭവപ്പെടുന്ന ഭീതിജനകമായ അനുഭവങ്ങൾ, ഇതിലൊന്നും ആർക്കും ഒരു എന്തെങ്കിലും ആശയക്കുഴപ്പമോ ആശങ്കയോ ഉണ്ടാവേണ്ടതില്ല. അത് മനുഷ്യന്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ കണ്ണു തുറക്കുമ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്നത് സ്വപ്നമായിട്ട് നമുക്ക് മനസ്സിലാവുക. കണ്ണു തുറക്കുന്നത് വരെ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേ പോവുകയാണ്. ഇതാണ് വസ്തുത. അപ്പോ ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ചിന്തോദ്ദീപകമായ ചാറ്റുകൾ പോലും അനുവദിക്കാത്തത് ആശയങ്ങളുടെ അർത്ഥശൂന്യതയല്ലേ സൂചിപ്പിക്കുന്നത് എന്നതാണ്. ഈ ചോദ്യം ഉന്നയിച്ച ആള് എല്ലാവർക്കും അറിയുന്ന ഒരു ആളാണ്. നിരന്തരം നമുക്ക് ചോദ്യങ്ങൾ തന്നുകൊണ്ട് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കാറുള്ള വ്യക്തി തന്നെയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ചിന്തോദ്ദീപകമായ ചോദ്യങ്ങളൊന്നും ചാറ്റില് ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. ഈ വേദിയുടെ താല്പര്യത്തെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അഡ്മിൻ അത് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പുതിയ പാർട്ടിസിപ്പൻസിന് ചിലപ്പോൾ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി ചില ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു പ്രസക്തിയും ഇല്ലാത്തതാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മൗലികമായ ചോദ്യങ്ങൾ
എന്ത് തന്നെയാണെങ്കിലും അതിപ്പോഴും ഉന്നയിക്കാം. നാളേക്ക് വേണ്ടി ഇപ്പോ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാലും മതി. അപ്പൊ അങ്ങനെ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങൾ, പക്ഷെ അത് മൗലികമായിരിക്കണം. ഒരേ ചോദ്യം 10,000 വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. പ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അതിന് തീർച്ചയായിട്ടും ഉത്തരം പറയും. ഉത്തരം അറിയാത്തതാണെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഈ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുടെ ജ്ഞാനപരമായ പരിമിതി അംഗീകരിച്ചുകൊണ്ട് അത് മറ്റാർക്കെങ്കിലും ആ ചോദ്യം ഞാൻ കൈമാറി കൊടുക്കും. അതിനൊന്നും ഒരു തടസ്സവുമില്ല. നമ്മള് എല്ലാ കാര്യവും തികഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. അപ്പോ ജ്ഞാനപരമായ പരിമിതിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇരിക്കെ തന്നെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ചിന്തോദ്ദീപകമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഈ വേദിയിലില്ല. എന്തെങ്കിലും ശ്ലീലമല്ലാത്തത് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായ മടുപ്പുളവാക്കുന്ന വിധത്തിലുള്ളത് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വേദിയുടെ ഒരു ഒരു എന്താണ് അതിന്റെ ഒരു പവിത്രത കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് റിമൂവ് ചെയ്യും. കാരണം അതിന് ചിലപ്പോൾ ഉത്തരം അർഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ പുതിയ ആളുകൾക്ക് അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിന്ന് വരും. അതൊക്കെ കാരണമായിട്ട് റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരിയായ നല്ല ചോദ്യങ്ങളിലേക്ക് വരിക. അല്ലാത്തത് പേഴ്സണലായിട്ട് അയച്ചാലും കുഴപ്പമില്ല, ഞാൻ മറുപടി തരും. അപ്പോ മറ്റൊന്ന്, പാരത്രിക ലോകത്ത് മാത്രമല്ല ഇവിടെയും വായകൾ മുദ്ര വെക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ വായ മുദ്ര വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് അത് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് അവിശ്വാസിയായിട്ട് തുടരാൻ കഴിയുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെ വായ മുദ്ര വെച്ചിട്ടില്ലാത്തത് കൊണ്ടും പ്രവർത്തന സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ കോടിക്കണക്കിന് മനുഷ്യര് അവിശ്വാസത്തിന്റെ മാർഗത്തിലല്ലേ നീങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ വായ മൂടിക്കെട്ടുന്ന വിഷയം ഈ പ്ലാറ്റ്ഫോമിലും ഇല്ല, ഈ ഐഹിക ലോകത്തും ഇല്ല. മനുഷ്യരുടെ സങ്കുചിതത്വം കാരണമായിട്ട് ചിലപ്പോ ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലപാടുകളും പെരുമാറ്റങ്ങളും ഒക്കെ ആളുകൾ കാണിച്ചെന്ന് വരും, അധികാരികളൊക്കെ കാണിച്ചെന്ന് വരും. ഈ വേദിയിൽ അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ത് വേണമെങ്കിലും ഉന്നയിച്ചോളൂ, ഞാനിവിടെ എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് ഉത്തരം തരും. മറ്റൊന്ന്, ഇസ്ലാം എവിടെയാണ് മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ അനുവദിച്ചിട്ടുള്ളത് എന്നതാണ്. പടച്ച തമ്പുരാൻ എല്ലാവർക്കും നൽകിയിട്ടുള്ളതാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അത് വ്യക്താക്കുന്നുണ്ട്. ദീനില് അങ്ങനെ അടിച്ചേൽപ്പിക്കലില്ല, നിർബന്ധം പൂർവ്വം ആളുകളെ എന്തെങ്കിലും സ്വീകരിപ്പിക്കുന്ന പരിപാടിയില്ല. സത്യവും അസത്യവും വളരെ വ്യക്തതയോടുകൂടി വേർതിരിക്കപ്പെടുക എന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഖുർആൻ അത് സംബന്ധമായിട്ട് പറയുന്നത്. പിന്നെ ഈ വേദിയിലോ വേറെ വേദികളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഈ വേദിയിൽ അങ്ങനെ ചോദ്യത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല. നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ അവിടെ ഇങ്ങനെ കിടക്കുന്ന വിധത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയച്ചോളൂ. ആ ചോദ്യങ്ങൾക്ക് ഈ വേദിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. അതുകൊണ്ട് അങ്ങനെ യാതൊരു ആശയക്കുഴപ്പവും ഇത് സംബന്ധമായിട്ട് വേണ്ടതില്ല. മനുഷ്യന് പടച്ച തമ്പുരാൻ കൊടുത്ത സ്വാതന്ത്ര്യം ആ തുടക്കം മുതലുണ്ട്, ഇന്നുണ്ട്, അത് എന്നും ഉണ്ടാവും. ആളുകള് പലരും അതിന് നിയന്ത്രണം വരുത്തുകയും കാരാഗ്രഹത്തിലിടുകയോ അല്ലെങ്കിൽ വായ മൂടിക്കെട്ടുകയോ നാക്കരിഞ്ഞു കളയുകയോ ഒക്കെ ചെയ്യുന്ന പല സംഗതികളും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ആളുകൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന തരം അതിക്രമങ്ങളാണ് എന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് സംബന്ധമായി. അത് നമ്മള് ഗാർഹിക ജീവിതത്തിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് അല്ലെ. കുടുംബ ജീവിത പശ്ചാത്തലം ഒന്ന് വിലയിരുത്തി നോക്കൂ. പലരും അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റിന്റെ കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന നിലപാടുകൾ ഉണ്ടാവാറുണ്ട്. ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പോലീസ് തൂക്കിക്കൊണ്ടുപോയി ജയിലിലിട്ട എത്രയോ അനുഭവങ്ങൾ പിന്നിട്ട വർഷങ്ങളിൽ നമ്മുടെ സമീപകാലത്തും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ പോലീസ് കേസ് ഫയൽ ചെയ്യുക, എന്നിട്ട് വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങുകയോ അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഇത് നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന, ഇതൊന്നും അള്ളാഹു ഏർപ്പെടുത്തിയ സംഗതിയല്ല, മനുഷ്യര് അവരുടെ അക്രമപരമായ നിലപാടുകൾ കാരണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതോടെ എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ചോദ്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിലോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഉന്നയിക്കാവുന്നതാണ്. അത് സമയം കണ്ടെത്തിക്കൊണ്ട്
നമുക്ക് അതിനെ നിവാരണം ആവുകയും ചെയ്യാം. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ദിവസം 37-ാമത്തെ അധ്യായം സൂറത്ത് സ്വാഫാത്ത് പഠനം ആരംഭിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.